വിവോയുടെ വിവോ Y19e എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 8000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y19e എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ഇപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വിവോ Y19eയിൽ 6.74 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം HD റെസൊല്യൂഷനെ ഇതിൽ വരുന്നുള്ളൂ. പക്ഷെ വില 8000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷൻ എന്നുള്ളത് ഓക്കെയാണ്. പിന്നെ LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പഞ്ചോൾ ഡിസൈൻ ഇല്ലാത്തത് ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിൽ നമുക്ക് പഞ്ചോൾ ഡിസൈൻ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം പഞ്ചോൾ ഡിസൈൻ ഓപ്ഷനിലുണ്ട്. പക്ഷെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനേ ഉള്ളൂ എന്നത് കംപ്ലൈന്റ് ആയിട്ട് പറയാനും പറ്റില്ല. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഓക്കെയാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. വളരെ മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിൽ പഞ്ചോൾ ഡിസൈൻ അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 199 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.19 mm ആണ്. പിന്നെ IP64 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പൊതുവേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു IP റേറ്റിംഗ് കിട്ടുന്നു എന്നുള്ളത് തന്നെ നല്ല കാര്യമാണ്. ആ ഒരു ടൈമിലാണ് 64 റേറ്റിംഗ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല MIL STD810Hന്റെ സർട്ടിഫിക്കേഷനും ലഭിച്ചിട്ടുണ്ട്. പൊതുവേ ബിൽഡ് ക്വാളിറ്റി ഒക്കെ ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ തന്നെ വരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ മെജസ്റ്റിക് ഗ്രീൻ അതുപോലെ തന്നെ ടൈറ്റാനിയം സിൽവർ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യൂണി SoC T7225 എന്ന പ്രോസസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഈ ഒരു പ്രോസസർ എന്ന് പറയുന്നത് യൂണി SoC T612 എന്ന പ്രോസസറിന്റെ ഒക്കെ ലെവലിൽ വരുന്ന പ്രോസസറാണ്. 8000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള പ്രോസസറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ല എന്ന് പറയാം, അത്രേ ഉള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും തരക്കേടില്ലാത്തൊരു പ്രോസസർ എന്ന് പറയാവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ടൊന്നുമില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. ഈ ഒരു ഫോണിൽ 4GB റാമും 64GB ഇന്റേണൽ കൊടുത്തിട്ടുണ്ട്. LPDDR4Xന്റെ റാമും eMMC 5.1 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സിംഗിൾ സ്പീക്കർ ഈ ഫോണിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ലാത്തത് ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ചില ഫോണുകളിലൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പൊ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള വൺ ടച്ച് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 13 മെഗാ പിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. രണ്ടാമത് ഒരു AI സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 5 മെഗാ പിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പോൾ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തിരക്കേടില്ലാത്ത ഒരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5500 mAhന്റെ ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4GB റാം 64GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 7999 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത വിവോയുടെ ഒരു ഓഫ്ലൈൻ ഫോൺ എന്ന് പറയാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ മാർക്കറ്റിലുള്ള മറ്റു ഫോണുകളൊക്കെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്ര മികച്ചൊരു ഫീച്ചേഴ്സ് ആയിരിക്കില്ല. ഇപ്പം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന അതുപോലെ തന്നെ പഞ്ച്വൽ ഡിസൈനുള്ള ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡൊക്കെ ഉള്ള ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് പുറത്ത് ഷോപ്പുകളിൽ പോയിട്ട് വിവോയുടെ ഒരു ഫോണൊക്കെ തന്നെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം 8000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ഇത്. ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ IP64 റേറ്റിംഗും അതുപോലെ തന്നെ MIL STD810Hന്റെ സർട്ടിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ 5500 mAhന്റെ ബാറ്ററി ഉള്ളതും നല്ലൊരു ഫീച്ചറായിട്ട് പറയാവുന്നതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ വിവോയുടെ തിരക്കേടില്ലാത്ത ഒരു ഓഫ്ലൈൻ ഫോൺ എന്ന് പറയാവുന്നതാണ്. ഓൺലൈൻ മാർക്കറ്റും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ അത്ര മികച്ചത് എന്നും പറയാൻ പറ്റില്ല. അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.